പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. യുഎസുമായുള്ള സമാധാന ചർച്ചകൾ അവസാനിപ്പിച്ച് ഇറാൻ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ മധ്യസ്ഥ ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ അറിയിച്ചു. ഇതോടെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്നും വിവരം. യുഎസുമായുള്ള സമാധാന ചർച്ചകൾ ഇറാൻ അവസാനിപ്പിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ലബനനിലും ഗാസയിലും ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ യുഎസുമായി മധ്യസ്ഥ ചർച്ചകൾക്കില്ലെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുഎസുമായുള്ള ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യമനിലെ ഹൂതി വിമത സഖ്യകക്ഷികൾക്ക് പേർഷ്യൻ ഗൾഫിലെ മറ്റൊരു പ്രധാന ജലപാതയായ ബാബ് എൽ മാൻഡബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാനിയൻ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. അതേസമയം ചർച്ച നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗിക അറിയിപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ യുഎസിന് മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തിയിരുന്നു. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തരഫലങ്ങൾക്ക് യുഎസും ഇസ്രയേലും ഉത്തരവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും വെടിനിർത്തലാണ് ഇറാനും യുഎസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ. ഏതെങ്കിലും ഒരിടത്ത് അതിൽ മാറ്റം വന്നാൽ അത് വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കപ്പെടുമെന്നും അരാഗ്ചി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശത്ത് ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അരാഗ്ചിയുടെ പോസ്റ്റ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.